കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം.വി. മനോജിന് യാത്രയയപ്പും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. INTUC നേതാവും കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എം.വി. മനോജ് 31 വർഷത്തെ സേവനത്തിന് ശേഷം KSEBയിൽ സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നും വിരമിക്കുന്നു. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനും അന്നം പുണ്യം അന്നദാതാവിന് ആദരം എന്ന പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും പൊതുസമൂഹത്തിലെ രോഗികൾക്കും അനാഥർക്കും അശരണർക്കും കൈത്താങ്ങായും 2012 ആക്രി പെറുക്കി ജീവിച്ച് കടത്തിണ്ണയിൽ ഉറങ്ങിയ 2 കുട്ടികൾക്ക് അതിമനോഹരമായ വീട് നിർമ്മിച്ചു നൽകുന്നതിനും നേതൃത്വം നൽകുകയും വിവിധ സംഘടനകളിലും ചാരിറ്റബിൾ സൊസൈറ്റികളിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനോജ് റിട്ടയർമെൻറ്റിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടാവുമെന്ന് ജോസഫ് വാഴക്കൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പം പിന്നീട് അദ്ദേഹം ഗസറ്റ് ഓഫീസറായപ്പോൾ അതിൻ്റെ പ്രൊമോഷനായപ്പോൾ ഓഫീസേഴ്സിൻ്റെ ചുമതല ഒരു സംഘടന ഉണ്ടായി. ആ സംഘടനയുടെ നേതാവായിരുന്നു. അങ്ങനെ ഈ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം ഇടപെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അന്നം പുണ്യം അന്നദാതാവിന് ആദരം എന്നൊക്കെ പറയുന്ന ചടങ്ങ് ജോർജ് സാറിന് അവാർഡ് കൊടുക്കുമ്പോൾ ഞാനാണ് കൊടുത്തത്. ഞാൻ സാറിൻ്റെ അവിടെ പോയതാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, KPCC എക്സിക്യൂട്ടീവ് അംഗം ടോമി കല്ലാനി, CK ആശ MLA, സന്തോഷ് ജോർജ് കുളങ്ങര, പ്രദീപ് മാളവിക, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, ലതിക സുഭാഷ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു. KSEBയുടെ നന്മയ്ക്ക് വേണ്ടിയും എല്ലാം അനുഷ്ഠിച്ച ഒരു മാതൃക വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ശ്രീ മനോജ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ പ്രൗഢഗംഭീരമായ ഒരു യാത്രയയപ്പ് അനുമോദന സമ്മേളനമാണ് ഇന്ന് 11 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർജ്ജസ്വലമായി നല്ല ആരോഗ്യത്തോടുകൂടി റിട്ടയർമെൻറ്റ് ആകാൻ കഴിയുക ഇതൊരു മഹാഭാഗ്യം. മനോജിനെ സംബന്ധിച്ചിടത്തോളം വൈക്കം, കടുത്തുരുത്തി, കോട്ടയം ജില്ലയാകെ എല്ലാ മേഖലകളിലും ജോലി ചെയ്ത് ഔദ്യോഗിക നിർവഹണത്തോടൊപ്പം തന്നെ മറ്റ് പൊതുപ്രവർത്തനത്തിലും സാംസ്കാരിക മേഖലകളിലുമെല്ലാം മനോജൊരു നിറസാന്നിധ്യമാണ്. വി വിഷൻ ന്യൂസ്, വൈക്കം.